ടീച്ചർ കണ്ടോ, ഇവരെല്ലാവരും ഞാൻ നല്ലോണം പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് ഇവരെല്ലാവരും ഗ്യാങ് കൂടിയിട്ട് എന്നെ കളിക്കാനൊന്നും കൂട്ടില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് തോറ്റത്. മോളെ ബികോം കഴിഞ്ഞ് എന്താവാൻ ആഗ്രഹിക്കുന്നത്? m4mari.com. സായുമ്മ, ഇതാരാ ഇത്? അമ്മ. അമ്മ എങ്ങനെയാ വീട്ടില്? അമ്മ പാവാണോ സായിട്ടാ? ആണാ? വഴക്കൊന്നും തരികയില്ല? ചുമ്മാ വഴക്ക് പറയില്ല. അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനാ? ഒന്നുമില്ല. ഇത് പഠിപ്പിച്ചതാ. ആരാ പഠിപ്പിച്ച ഇങ്ങനെ പറയാൻ? അമ്മ. നിനക്കും പാടാൻ തോന്നുന്നുണ്ടോ? സത്യം അണ്ണാ, എനിക്ക് തോന്നിയണ്ണ സത്യം. ട്രൈ തോന്നുന്നു. അത് വേണ്ട. ചുമ്മാ ഒരു ലൈനും നോക്കിയാൽ ഇത്ര ഒരു മോട്ടിവേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഈശ്വര, ഈ പാട്ടിനെയും സംഗീതത്തിനെയും പവിഴമഴയേ നീ പോരുമോ നീവിടെ. അവനെ പിടിച്ചെടുത്ത് അവനെ കെട്ടിയിടൂ, അവനെ കെട്ടിയിടൂ. എനിക്ക് ചേച്ചിയുടെ ടാറ്റു ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ 12,000 ടാറ്റൂല് ഏതാ? പിന്നെ മോനെ ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ ഈ പറഞ്ഞ കറക്റ്റ് ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണമല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഏത് ടൈപ്പ് ചെരുപ്പ് വേണ്ടിയിലുണ്ട്. ഇവരൊന്ന് സംസാരിക്കട്ടെ, കേട്ടോ. ശരിക്കുള്ള പേരുകൾ എന്താ? അനുശ്രയ, അനുലയ. ശബ്ദ വ്യത്യാസം. ശ്രേയം, ലയം. ശ്രേയ, ലയ, ശ്രുതി. ശ്രുതി. ഒരാണായിരുന്നെങ്കിൽ താളം ഇടായിരുന്നല്ലേ. അനുരാഗ്. പ്ലാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ പേരെന്താ? സഫിന. സഫിന. മോൾ എന്താ അമ്മയെ വിളിക്കുന്നത്? അച്ഛൻ എന്താ അമ്മയെ വിളിക്കുന്ന പേര്? സഫിയേ. ഓർക്കസ്ട്രയില് ആദ്യമായിട്ട് പാടിപ്പിച്ചതും റിമി മാം. നിനക്ക് തന്നെ ഒരു പാരയാണ് നീ വളർത്തിക്കൊണ്ട്. അതിലെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ടീമുകളാ ലിനുചേട്ടനൊക്കെ. കാരണം ഞാൻ എന്റെ തൊട്ടിൽ കിടക്കുമ്പോ തൊട്ട് ലീനുവിനെ കാണുന്നത്. സൂപ്പർ 4ന്റെ മഴവില്ല റിമോ. അപ്പൊ ഞാൻ മനോരമ. നീ രമ. ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നന്നായി പാടാൻ പറ്റുന്നു. അപ്പോൾ അന്ന് കാലത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു ജീരകവെള്ളം വേണം കേട്ടോ, 2 ബോട്ടിൽ ജീരകവെള്ളം വേണം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും വിറച്ചു തുടങ്ങി. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ടെൻഷനായി. ആ ജീരകവെള്ളം തളിച്ച് എണീപ്പിച്ച. അവിടെ ആരാ ഇരിക്കുന്നത്? അതൊക്കെ ആരാ പറഞ്ഞേ? സിത്തുമണി, ജോസ്ന ചേച്ചി, വിധുവണ്ണൻ, റിമോന്തി. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. 4ാമത് പറഞ്ഞ ആരാ കേട്ടില്ല? റിമു ചേച്ചി. അതാണ് രണ്ടാമത് പറഞ്ഞല്ലേ മോനെ? കറക്റ്റ് അതാണ്. ആണോ? ആണ്. റിമു ആന്റിയാണോ? ഇത് സിത്തുമണിയാണോ? സിത്തുമണി ആന്റിയാണോ? സിത്തുമണി. ഇവൻ ഈ കോട്ട് ഇട്ടപ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് കുറവ്. അത് കാരണം കോട്ട് ഊരി വെച്ചിട്ടാണ് ആശാൻ കയറിയത്. പക്ഷേ ഇപ്പം 3 ജഡ്ജസും കലക്കൻ കമന്റ് പറഞ്ഞ സ്ഥിതിക്ക് കോട്ടും ടൈയും ഒരു പപ്പാസും കൂട്ടോടെ ഇട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്.
അപ്പൊ നീ പപ്പാസ് ഇട്ടിട്ടില്ലേ ഇപ്പൊ? ഒളിമ്പിക്സിലൊക്കെ ഒരു സാധനമില്ല ചേട്ടാ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഓട്ടോ എല്ലാം കൂടി ഉള്ളൊരു മത്സരം. എന്തായാലും പറയും. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഒളിമ്പിക്സ് കാണുന്നോണ്ട് അത് വേറെ വേറെ മത്സരമാണ്. സൂപ്പർ ഫോറിന്റെ സാനിറ്റൈസർ സീത്തുമണി. വെറൈറ്റി വെൽക്കം വേണോന്ന് എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? സൂപ്പർ ഫോറിന്റെ കൊറോണ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടുപേരും നമുക്ക് വേണ്ടി അന്നത്തെ ഒരു രണ്ടുപേരും വേണ്ട അത് അല്ല അന്നത്തെ പോലെ പാടണ്ട. അന്നത്തെ പക്ഷെ അല്ല എന്താ ഞാൻ പറയാറ്, എന്നോട് പറഞ്ഞു ഞാൻ നന്നായിട്ട് പാടുന്ന എന്നോട് പറഞ്ഞില്ലേ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ അന്ന് പേടി കൊണ്ടാണോ അത് ആ സമയത്ത് വെറുതെ തള്ളിയതാണ്. പപ്പ അമ്മേനെ വിളിക്കുന്നത് പാറു, അമ്മ പപ്പേനെ വിളിക്കുന്നത് രച്ചു. അതാ. അപ്പൊ അച്ഛന്റെ അമ്മ എപ്പോഴും ഡ്രീമി റൊമാൻസിലാണല്ലേ? സൂപ്പർ ഫോറിന്റെ സാനിറ്റൈസർ സീത്തുമണി. വെറൈറ്റി വെൽക്കം വേണോന്ന് എപ്പോഴും എന്റെ അടുത്ത് പറയാറില്ലേ? സൂപ്പർ ഫോറിന്റെ കൊറോണ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം നോൺ വെജിറ്റേറിയൻ? അമ്മ അടിപൊളി കുക്കാ. അപ്പം അമ്മ ഒരുമാതിരി എല്ലാം ഉണ്ടാക്കും. അതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് ശരിക്കും പറഞ്ഞു. ഓക്കെ, അതല്ല ചോദ്യം. കമോൺ. മീൻകറി. ആ കറക്റ്റ്, അതാണ് ക്ലൂ. ഇപ്പൊ ബീഫ് ആണെങ്കിൽ അതിൽ ഒരു ഫേവറേറ്റ് ഉണ്ട്, ചിക്കൻ ആണെങ്കിൽ ഒരു ഡൗട്ട്, എന്റെ മക്കള് രണ്ടുപേരും അതാണോ? സീനിയർ ജഗജിലീസിന്റെ ഇടയിലെ കുട്ടി ജഗജിലിയ ഉള്ളതില് കുട്ടിയാ. ആ ശരി ശരി ശരി. ഓ ഓ ആണ്, ഞാൻ കുട്ടിയായി. അതെ, പെട്ടെന്ന് ഇത് വയറിലൊക്കെ ഇങ്ങനെ പോണം. ഭയങ്കരമായ പ്രണയം തുളുമ്പി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഴയ കാലത്തിന്റെ ലിറിക്സില് അതിനകത്തെ വരികൾ അരികത്ത് കണ്ടാൽ അടിമുടി വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും എന്റെ അവസ്ഥയായിരുന്നു. അടിമുടി വിറയ്ക്കുന്നത് അവന് നിന്നെ കാണുമ്പോ. വെനിച്ചേട്ടൻ ഇപ്പൊ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇടപെടും വളരെ സോഫ്റ്റ് ആയ ഒരു മനുഷ്യൻ. എങ്ങനെ ഇങ്ങനെ കോമഡി സിനിമകൾ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു? അതൊരു ഭയങ്കര ഒരു ഇതാ. അതെങ്ങനെയാ ചേട്ടൻ വീട്ടിൽ ശരിക്കുള്ള ബെനിച്ചേട്ടൻ ഇങ്ങനെയല്ല. വിജയ് ആനന്ദ് എൻ നൈഫ് ട്രെൻഡ് തെണ്ടി തിരിഞ്ഞു. ഡ്യുവറ്റ് പെർഫോമൻസ് കണ്ട് നമ്മളെല്ലാം കോരിത്തരിച്ചതാണ് അല്ലെ? ഇതിൽ നിങ്ങൾ കോരി തരിച്ചു കുളിരുകോരി നിങ്ങൾ ആകെ അങ്ങോട്ട് കോരി കോരി ഒരു ഇങ്ങനെ ഇരിക്കൂ. സൂര്യ ബിയാൻവെന്യൂ. സൂര്യ നമസ്കാരം മസ്റ്റാണ്. സൂപ്പർ ഫോറിന്റെ മുത്തിന്റെ മുത്തിന്റെ മുത്തായ മുത്ത് വിജയ്. അതല്ല പറയേണ്ടത്, സൂപ്പർ ഫോറിന്റെ തൊലിക്കെട്ടി. Got the man with the plan right here. Bringing swag with the man right here. Living it up. വെനിച്ചേട്ടന്റെ മുമ്പിൽ ഇനിയും കണ്ണാടിയും വെച്ചോണ്ടിരിക്കുന്ന ഭയങ്കര അഹങ്കാരോ. കാര്യം ഞാൻ ഏറെ ഒറ്റ പാട്ടോടി ആൾക്കാർ ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി, ആർമി ഒക്കെ ഉണ്ടാക്കി, യുദ്ധം ചെയ്യാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ പിന്നെ അവൻ 2 അണ്ടർസ്കോർ ഇട്ട് ഇവിടെ വരാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ 1 കിലോ തേയിലുണ്ട്. 2 പേർക്ക് ചായ എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തേയില മൊത്തം പാക്കറ്റ് ഇടണോ? അത് എത്ര വേണം? മൊത്തം പാക്കറ്റ് ഒന്നും ഉണ്ട്. 1/2 കിലോ പോരെ? 1/2 കിലോ, 1/4 കിലോ, 2 പേർക്ക് ഗ്ലാസ് 1/2 കിലോ തേയില ഇട്ടാ പോരെ? അതൊന്നും നടക്കില്ല, അത് കൂടുന്നു. ചില ആൾക്കാര് ഇപ്പൊ കൊറോണ കൊണ്ട് ചുമക്കുന്നവൻ പെട്ടെന്ന് ഒറ്റപ്പെടുമല്ലോ. മറ്റേത് പൊതുസ്ഥലത്ത് ചുമക്കാം. ഇപ്പൊ നമുക്ക് പൊതുസ്ഥലങ്ങളിൽ ചുമക്കാൻ നമുക്ക് നല്ല ഭയമായി. കാരണം നമ്മൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകും, എല്ലാവരും പോകും. അപ്പൊ ചില ആൾക്കാർ ചുമച്ചിട്ട് ഈ വന്ന ചുമയെ ഇവര് തന്നെ പേടിപ്പിക്കും, പിന്നെ വരാതിരിക്കാൻ. അത് കേട്ടിട്ടുണ്ടോ? എന്നോട് പറ ഐ ലവ് യു എന്ന്. ഇങ്ങനെ നോക്കിയിട്ട് താൻ പറയോടോ. ജഡ്ജസിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിതാര ചേച്ചിയുടെ ചിരി, എനിക്ക് അപ്പൊ എന്റെ ചിരിയോ? ചേച്ചി
ചേച്ചിയുടെ ചിരി ഇഷ്ടം, അതുപോലെ തന്നെ ചേച്ചിയുടെ കോമഡി, ഹ്യൂമർ സെൻസ് അപ്പൊ ജോത്സിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവരൊക്കെ ജാൻസി ഗാഡിയും തുമ്പോലാർച്ചയൊക്കെ എനിക്ക് എന്തേ ഒരു പേര് കിട്ടിയില്ലേ? ജിന്നിന് പേര് വേണം, മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ഉള്ളൂ അത്. ജിന്നിന്റെ പേരാ രമേഷ് പിഷാരടി. ഞാൻ കേട്ടിട്ടുള്ളത് ചേട്ടൻ എപ്പോഴും കടലിന്റെ നിറമാണ് ഇഷ്ടം, നീല. അതായത് ചേട്ടന്റെ വീടിന് കുറച്ചടുത്തം തൊട്ട് നടന്നു കഴിഞ്ഞാൽ കടലിന്റെ നിറം നീലയാണ്. ചേട്ടൻ പഠിച്ചിട്ടുള്ളത് പ്രണയത്തിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചേട്ടാ? ചേട്ടൻ തന്നെ പറയട്ടാ പ്ലീസ് ചേട്ടാ. കേട്ടതാ അല്ലേ ചേട്ടാ? സിനിമ നീലെന്ന് പറയാൻ ഭാഗ്യം. ആരെ ഇഷ്ടമാന്ന് റിമുവിന് അച്ഛനെയാണോ ഇഷ്ടം, അമ്മയാണോ അച്ഛൻ മോളാണോ അമ്മ മോളാണോ? റിമു അച്ഛൻ മോളാണോ അമ്മ മോളാണോ? ഞാൻ ലുല്ലു മോള്.